ഹായ് മക്കളെ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ എനിക്ക് സുഖമാണ്. ഒരുപാട് പേരുടെ ഇന്നെന്താ പ്രാർത്ഥനയുടെ ഫലം, ഒരുപാട് പേരുടെ പ്രാർത്ഥനയുടെ ഫലമാണ് ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത്. ഈ ഒരു വീഡിയോ ഇപ്പോൾ എല്ലാവരും വിചാരിക്കും എന്തുവാ അമ്മ ചെടി ഇതെന്ന് വെച്ചാൽ ഇതാ ഒരു സൈസ് വയലറ്റ് വെള്ളയൊക്കെ കലർന്ന ഒരു പൂവ് പിടിക്കുന്ന ഒരു ചെടിയാണിത്. ഞങ്ങൾ പറയും പൂവം കൊടങ്ങലെന്ന്. നിങ്ങളുടെയൊക്കെ നാട്ടിൽ എന്താ പറയുന്നതെന്നൊന്നും എനിക്കറിയത്തില്ല. അപ്പം നമ്മൾ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജായി വന്നു. ഇന്ന് 4ാമത്തെ എത്ര ദിവസമായമ്മ? ഇന്ന് 4 ദിവസമായി. ഇന്ന് രാവിലെ അമ്മ എനിക്ക് ഭയങ്കര ഛർദിൽ, ബഹളം, വിളി അതൊക്കെയാണ്. അപ്പോൾ നമ്മൾ മരുന്നുകൾ, അവിടുത്തെ ഇംഗ്ലീഷ് മരുന്നുകളൊക്കെ ഉണ്ട് കഴിക്കാൻ. ഇഞ്ചക്ഷനുണ്ട്. ഇഞ്ചക്ഷൻ എടുത്തതിൻ്റെ അതൊരു സൈസ് തിരുമാത്ത ഇഞ്ചക്ഷനാണ്. ഞാൻ കാണിച്ചു തരാം. നമുക്ക് തിരുമിക്കൂടാ. ഇവിടെ ഒരു കയ്യിൽ ഒരു പാടുണ്ട്, കളർ പാടുതായതുണ്ട്. ഇത് കുറേ നാൾ കഴിഞ്ഞേ പോകത്തോളം എന്നവർ പറഞ്ഞു. നമ്മൾ തിരുമത്തില്ല. ഇപ്പോൾ ബാക്കിയുള്ള ഇഞ്ചക്ഷനെല്ലാം സമയമൊക്കെ എടുക്കുന്നത്. അങ്ങനെ ഇവിടെ വന്നിപ്പം ഇപ്പോൾ എല്ലാവരും ചോദിക്കും നമ്മ വന്നോ എവിടെ? അപ്പം ഞാനിപ്പോൾ കരുനാപ്പള്ളിയിലെ വീട്ടിലാണുള്ളത്, എൻ്റെ സ്വന്തം വീട്ടിൽ നിൽക്കുന്നത്. അപ്പോൾ രാവിലെ എണീറ്റിട്ട് ഒരു കുളിപ്പിക്കും, ചേച്ചി എന്നെ കുളിപ്പിക്കുന്ന കേട്ടോ. എന്നിട്ട് എനിക്ക് തന്നെത്താനെ ഒന്നും കുളിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ചേച്ചി കുളിപ്പിക്കും. പിന്നെ അമ്മ എല്ലാ അടുക്കളയിലെല്ലാം ചെയ്ത് തരും. അപ്പോൾ ഇന്ന് രാവിലെ ദോശയായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര ഛർദിലായി. അപ്പോൾ രാവിലത്തെ വീഡിയോ ഒന്നും എനിക്ക് എടുക്കാനും പിടിക്കാനും ഒന്നും പറ്റിയില്ല. അത് കഴിഞ്ഞിട്ട് ഇപ്പം അങ്ങോട്ട് അങ്ങനെ ഞാൻ ഛർദ്ദിച്ച് കുഴഞ്ഞ് ഞാൻ കിടന്നുറങ്ങി. രാവിലെ തന്നെ ഉറങ്ങിയിട്ട് എപ്പോഴും എണീറ്റായി. ഇപ്പം അതാ മണി 11:45 ഉണ്ടോ. അന്നേരത്തേക്ക് എണീറ്റിരുന്നപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് അങ്ങനെ അമ്മ അതാ കഞ്ഞി ഉണ്ടാക്കിക്കൊണ്ട് തന്നു കുടിക്കാനായിട്ട്. പൂവൻ കുടങ്ങൽ ഈ കാണുന്ന സാധനമായിട്ട് ഞങ്ങളെ കട്ടിലോട്ടൊന്ന് എടുത്ത് വെച്ചേക്കാം. ഉണ്ടോ ഈ കാണുന്ന പൂവൻ കുടങ്ങൽ നല്ലോണം കാണിച്ചു തരാണ്ടോ. ഈ പൂവൻ കുടങ്ങൽ ഇത് ഞങ്ങളുടെ വീട്ടിലുണ്ട്. അപ്പോൾ ആ പൂവൻ കുടങ്ങൽ അരച്ച് അമ്മ കഞ്ഞി വെച്ച് നല്ല അപ്പം ക്ഷീണവും മാറും. പച്ചമരുന്നൊക്കെ കഴിക്കണമെന്നാണ് പണ്ട്. ഞങ്ങളൊക്കെ യൂട്രസ് എടുത്തപ്പോഴും ഒക്കെ ഇങ്ങനെയാണ്. ഇതൊക്കെ എന്തുവാ അമ്മ? മക്കളുമാരെ പൂവൻ കുടങ്ങൽ പിച്ചിയെടുത്ത് നല്ല ചെറുചൂടുവെള്ളത്തിൽ കഴുകി വൃത്തിയാക്കി അതിൻ്റെ ഇലയും കിളുന്ന തണ്ടും പൂവും വേരും എടുക്കരുത്. ബാക്കി എടുത്ത് നമ്മൾ മിക്സിക്കകത്തിട്ട് ഒരു 10 കുരുമുളക്, ഒരു അല്ലി വെളുത്തുള്ളി, 10 മല്ലി, 2 കൊച്ചുള്ളി എല്ലാം പൊളിച്ചിട്ട് ഒരു അരമുറി 1 മുറി തേങ്ങായുമായിട്ട് ശരിക്കും ഇട്ട് നന്ന വെണ്ണ പോലെ അരച്ചെടുത്തിട്ട് അത് പിന്നെ ചായ അരിപ്പിൽ അരിക്കണം. അരിച്ച് ആ പാലൊഴിച്ച് കഞ്ഞി വേവിച്ച് ഇറക്കി വെച്ചിട്ട് പാൽ നന്നായിട്ട് ഒഴിച്ച് തിളച്ചില്ല എന്നുള്ള രീതി ആക്കിയെടുത്തിട്ട് തണുപ്പിച്ച് കൊടുക്കുക ഒരു നേരം. അത് പ്രസവിക്കുന്നവർക്കാണേലും യൂട്രസ് എടുക്കുന്നവർക്കാണേലും സാധാ പെണ്ണുങ്ങൾക്കാണെങ്കിലും ഇതൊരു ഔഷധ കഞ്ഞിയാണ്. അതുപോലെ അത് ഈ കഞ്ഞി ആർക്കെങ്കിലും ഇതിൻ്റെ റെസിപ്പി എല്ലാം ആയിട്ടുള്ളത് വേണമെന്നുണ്ടെങ്കിൽ ഒരു ദിവസം ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ചെക്കപ്പിനും എല്ലാം പോയി കഴിയുമ്പോൾ നമ്മൾ വെച്ച് കാണിക്കുന്നതായിരിക്കും. ഞങ്ങളുടെ അമ്മയുടെ അങ്ങനെ ഒരുപാട് റെസിപ്പികളുണ്ട് കേട്ടോ. ഒത്തിരി എല്ലാം ഞങ്ങൾ വെളിയിൽ നിന്നൊന്നും ആരെ വിളിക്കത്തില്ല. പിന്നെ ഇനി വേദമൊക്കെ ഇടുമെന്ന് പറഞ്ഞപ്പോൾ അതൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ നിങ്ങൾക്ക്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നിടം വരെ എല്ലാ മക്കളുമാർക്കും എന്തുവാ അമ്മ? ടാറ്റാ ബൈ ബൈ. ടാറ്റാ ബൈ ബൈ. അപ്പം എല്ലാവർക്കും അറിയാമല്ലോ കൃഷ്ണൻ രാധയാണെന്നോ. അപ്പം മൊത്തം രാധയും കൃഷ്ണനുമാണ്. അപ്പം ശരി. അപ്പോൾ പ്രാർത്ഥിച്ചവർക്ക് എല്ലാവർക്കും ഒരുപാട് സന്തോഷം. ടാറ്റാ ബൈ ബൈ.